ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് ഇബ്രയിലുള്ള സൂ കാണാനാണ് കേട്ടോ. മറിയാമ്മേനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുക, അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. കാരണം പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോകുന്ന വഴിക്കുമില്ല കേരള റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലയെന്ന് എനിക്കറിയാം. 1-2 പ്രാവശ്യം ഞാൻ അതുവഴി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതിച്ചോറൊക്കെ പാക്ക് ചെയ്താണ് എടുത്ത്. ഇനി വേറെ വല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും ഫുഡൊക്കെ എടുത്തു. അപ്പോൾ മറിയാണെങ്കിലും ഇങ്ങനെ പൊതിച്ചോറൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ. ഞാനുണ്ടാക്കിയതാണെങ്കിൽ എനിക്ക് കൊതി വരുന്നുണ്ട്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് മഴ കാണണം എന്നുള്ളത്. അപ്പോൾ ദേ പോണ വഴിക്കെല്ലാം മഴക്കാറുണ്ടായിരുന്നു. കറക്റ്റ് ഫുഡ് കഴിക്കാൻ എത്തിയ സ്ഥലത്താണെങ്കിൽ മഴയും പെയ്തു. സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. ആ ആംബിയൻസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല കയ്യെത്തി പഠിക്കാൻ പറ്റുന്ന ഈന്തപ്പഴങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ. ഓൾമോസ്റ്റ് മിക്ക ആനിമൽസും ഉണ്ട് കേട്ടോ. പിന്നെ ഇല്ലാത്തതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിഫൻറ്റും പിന്നെ ജിറാഫിനെയും കണ്ടില്ല. മറിയത്തിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം ജിറാഫിനെ കാണുക എന്നുള്ളതായിരുന്നു. പക്ഷേ എന്നാ ചെയ്യാനാ, ആ ജിറാഫിനെ ആണെങ്കിൽ കണ്ടില്ല കേട്ടോ. അവിടെ ഈ പുൽക്കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അതുങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുക, നമ്മുടെ കയ്യിൽ തരുമൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. കാരണം അതെങ്കിലും വല്ലതും കടിക്കുകയെല്ലാം ചെയ്താലും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ നമുക്കങ്ങനെ എടുക്കാനൊന്നും തരത്തില്ലല്ലോ. എന്തായാലും പുള്ളിക്കാരത്തി ഭയങ്കര സന്തോഷത്തിലായി. കാരണം ഈ വലിയ നമ്മുടെ ഓസ്ട്രിച്ചും യമ്മു അതിനെയൊക്കെ കണ്ടപ്പോഴേക്കും പുള്ളിക്കാരി ആദ്യമായിട്ട് കാണുന്നതല്ലേ, ഭയങ്കര സന്തോഷമായിട്ട്. വലിയ ആമയും മുതലയും എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഈ മുതലേനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അതിങ്ങനെ അതെന്താ സംഭവം എനിക്കറിയത്തില്ല കേട്ടോ. ഈ മുതല എന്താ കുറേ പ്രാവശ്യം ഇങ്ങനെ വായ പൊളിച്ചിങ്ങനെ ഇരിക്കുന്നു. അതെന്നെ സംഭവം, ഉറങ്ങുന്നതാണോ എനിക്കറിയില്ല. കുറേ നേരം ആ ഒരു പൊസിഷനിൽ പുള്ളിക്കാരൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നേ. ഞാൻ കുറേ നേരം നോക്കി നടക്കുന്നുണ്ടെന്ന്, പക്ഷേ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് കളറുള്ള ടൈഗർ, അങ്ങനെ പല പല കൺട്രീസിലുള്ള ലയണും ടൈഗറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ നമുക്ക് ഈ പീക്കോക്കിനെയും ഡക്കിനെയൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് നമുക്കൊരു 300 പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കയറി നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. പുള്ളിക്കാരത്തി അത് ഭയങ്കരമായിട്ട് എൻജോയ് എന്ത് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ പീക്കോക്കിൻ്റെ വാലയിലൊക്കെ പിടിക്കാനായിട്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അവൾക്കാണെങ്കിൽ അതിനൊക്കെ കാണുമ്പോഴേക്കും പേടി ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ, നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ അതൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പീക്കോക്കിൻ്റെയൊക്കെ വാലയിലൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ദൈവമേ പെട്ടോന്ന് വിചാരിച്ചു. പിന്നെ ഒരു വിധത്തിലാണ് അവളെ നമ്മൾ ഒന്ന് പുറത്തിറക്കിയത്. കാരണം ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ പോരത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ദേ ഇവിടെ ഉണ്ട്, മറ്റേ ലെപ്പാടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ അടുത്തത് സീബ്ര. പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സീബ്രേനെ. അത് കുഞ്ഞുനാളിലേ ഇഷ്ടമാണ് പുള്ളിക്കാരത്തി. എനിക്ക് തോന്നുന്നു വൈറ്റും ബ്ലാക്കും കളറൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം കണ്ട് പോരാൻ നിർത്തപ്പോൾ ദേ കിടക്കുന്നു. ഒരു ഗെയിം സ്റ്റേഷനുണ്ടേ. അത് കണ്ടപ്പോൾ പിന്നെ പുള്ളിക്കാരത്തിക്ക് അതിനകത്ത് കയറാണ്ട് പോരാനേ തോന്നുന്നില്ല കേട്ടോ. പിന്നെ പുള്ളിക്കാരത്തിന് അതിൻ്റെ ഉള്ളിലെല്ലാം കയറ്റി എന്നോടും കയറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. ബൈ ബൈ.